ഇന്ന് പുറത്തു വന്ന രണ്ട് ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ക്ലബ് ചാമ്പ്യൻസ് ട്രോഫിയുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്രാവശ്യം ചാമ്പ്യൻസ് ട്രോഫി നടക്കുന്നത് പാകിസ്ഥാനിലാണ്. പക്ഷേ BCCI പാകിസ്ഥാനിലേക്ക് വരുന്നത് അറിയിച്ചു കഴിഞ്ഞു. ഇപ്പോഴത്തെ ഇന്ത്യൻ ടീമിന്റെ 2 പോയിന്റ് വെട്ടിക്കുറയ്ക്കണമെന്ന് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ICC തീരുമാനിച്ച വേദികളിൽ പങ്കെടുത്തില്ലെങ്കിൽ പോയിന്റ് വെട്ടിക്കുറയ്ക്കാൻ ICCക്ക് അനുമതിയുണ്ട്. 1998 പാകിസ്ഥാന് 2 പോയിന്റിങ്ങനെ വെട്ടിക്കുറച്ചിട്ടുണ്ട്. അന്ന് പാകിസ്ഥാൻ ശ്രീലങ്കയിൽ കളിക്കാൻ വിസമ്മതിച്ചു. ഇതുപോലെ ഇന്ത്യൻ ടീമിന്റെ 2 പോയിന്റ് വെട്ടിക്കുറയ്ക്കണമെന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. ഇല്ലെങ്കിൽ പാകിസ്ഥാൻ ടൂർണമെന്റിൽ നിന്ന് വിട്ടുനിൽക്കും. ഇന്ത്യൻ ടീമിനെ എങ്ങനെയെങ്കിലും പാകിസ്ഥാനിലേക്ക് വരുത്താനാണ് അവരുടെ പദ്ധതി. എന്നാൽ ICC പാകിസ്ഥാനോട് പറഞ്ഞത് ഇന്ത്യൻ ടീമില്ലാതെ ചാമ്പ്യൻസ് ട്രോഫി കളിപ്പിക്കില്ലെന്നാണ്. വേറെ ഏത് ടീം കളിച്ചില്ലെങ്കിലും ഇന്ത്യൻ ടീം ICCക്ക് ആവശ്യമാണ്. ഇന്ത്യ മാറി നിന്നാൽ ടൂർണമെന്റിൽ തന്നെ അവതാരത്തിലാകും. അടുത്ത അപ്ഡേറ്റ് സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടതാണ്. സഞ്ജു സാംസണിനെ BCCI ക്ഷണിച്ചിരിക്കുകയാണ്. സഞ്ജുവിന് ഇപ്പോൾ ഒരുപാട് അവസരങ്ങൾ കൊടുത്തത് ഗംഭീര കാരണമാണ്. അല്ലെങ്കിൽ സഞ്ജുവിനെ ടീമിൽ പോലും എടുക്കില്ല. ഈ ടീമിൽ എടുത്താലും സൈഡ് ബെഞ്ചിലായിരിക്കും സ്ഥാനം. എന്നാൽ ഗംഭീർ സഞ്ജുവിനെ ഓപ്പണിംഗിൽ അവസരം കൊടുത്തു. പക്ഷേ BCCIക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ല. സഞ്ജുവിനെ വീണ്ടും T20യിൽ നിന്ന് മാറ്റുന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ കാരണം T20യിലെ സ്ഥിര ഓപ്പണേഴ്സായ ജയ്സ്വാള്, ഗില്ല്, ഋതുരാജ് ഇവരെ തിരിച്ചു വരുമ്പോൾ സഞ്ജുവിന് സ്ഥാനം നഷ്ടമാകും. സഞ്ജുവിനെ T20 ടീമിൽ നിന്ന് ഒഴിവാക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇത് BCCIയുടെ ചരിതനെയാണ്. സഞ്ജുവിനെ ഓപ്പണിംഗിൽ നിന്ന് മാറ്റിയാൽ സഞ്ജുവിന്റെ ഫോം നഷ്ടമാകുമെന്ന് BCCIക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഇപ്പോൾ BCCI ഇങ്ങനൊരു കാര്യം ചെയ്തിരിക്കുന്നത്. വരാൻ പോകുന്ന T20യിൽ ജയ്സ്വാളിനെയും ഓപ്പണിംഗിൽ കളിപ്പിക്കാനാണ് അവരുടെ പദ്ധതി. ഒരുപക്ഷെ സഞ്ജുവിനെ പഴയതുപോലെ തന്നെ 5ാം നമ്പറിലോ 6ാം നമ്പറിലോ കളിപ്പിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ T20 ടീമിൽ തന്നെ മാറ്റിയേക്കും. സഞ്ജുവിനെ ഇങ്ങനെ ചലിക്കുമെന്ന് ആദ്യം തന്നെ കരുതിയില്ല. അപ്പോൾ ഇതൊരു വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.